ഇന്നത്തെ വീഡിയോയിൽ അയ്യത്താൻ ഗോപാലനെ കുറിച്ച് പറയണം. അയ്യത്താൻ ഗോപാലന്റെ ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ആര് ജനിച്ചത്? അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ആര് ജനിച്ചത്? അയ്യത്താൻ ഗോപാലൻ ജനിച്ചത്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അയ്യത്താൻ ഗോപാലനെയാണ്. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യത്താൻ ഗോപാലനെയാണ്. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരായിരുന്നു? അയ്യത്താൻ ഗോപാലനാണ്. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അയ്യത്താൻ ഗോപാലനെയാണ്. ഈ റാവു സാഹിബ് എന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ്. റാവു സാഹിബ് എന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അയ്യത്താൻ ഗോപാലന് നൽകിയ ഓണററി പുരസ്കാരമാണ്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം തുടങ്ങിയ നാടകങ്ങൾ ആരെഴുതിയാണ്? തുടങ്ങിയവ സാരഞ്ജിനി പരിണയവും അതുപോലെ സുശീല ദുഃഖവും അയ്യത്താൻ ഗോപാലന്റെ നാടകങ്ങളാണ്. ഓർത്തു വെച്ചോളുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം. അതുപോലെ പറയുകയാണെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മമാണ്. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതിയുടെ മലയാള പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ ജാത്യാഭിമാനത്തിന്റെ പ്രതീകമായ കുടുംബ മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് സ്വന്തം ഗൃഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അയ്യത്താൻ ഗോപാലൻ. ഒരു സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചതാരാണ്? സുഗുണവർദ്ധിനി എന്നൊരു സഭ ആര് സ്ഥാപിക്കുകയുണ്ടായി? അയ്യത്താൻ ഗോപാലൻ സ്ഥാപിക്കുകയുണ്ടായി. അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അയ്യത്താൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ തന്നെ 1924 ആലപ്പുഴയില് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കോഴിക്കോട് ചന്തവർക്കർ എലമെന്ററി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? കോഴിക്കോട് ചന്തവർക്കർ എലമെന്ററി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? അതുപോലെ തന്നെയാണ് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ നമ്മൾ അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എന്ത് ചെയ്യുക? വീഡിയോ തുടർച്ചയായിട്ട് കാണുക കേട്ടോ.